ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളെല്ലാവരും ഇപ്പോൾ റീസെൻ്റ്ലി പുറത്തിറങ്ങിയ അനുപമ പരമേശ്വരൻ്റെ ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അതിൽ പുള്ളിക്കാരി വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അവർക്ക് നേരെ ഉണ്ടായിട്ടുള്ള നാർസിസ്റ്റിക് അബ്യൂസുകളെ കുറിച്ചിട്ട്. അതായത് അവരുടെ ഒരു റിലേഷൻഷിപ്പിൽ അവർ ഫേസ് ചെയ്തിട്ടുള്ള ഇമോഷണലി ആണെങ്കിലും അല്ലെങ്കിൽ അവരെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും അവർ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ മനസ്സിൽ ഇപ്പോൾ നാർസിസിസ്റ്റിക് അബ്യൂസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളുടെ മൈൻഡിലേക്ക് ആദ്യം വരുന്നത് ഒരു പുരുഷന്റെ രൂപമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാർ മാത്രമാണോ ഇത്തരത്തിലുള്ള മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ബിഹേവിയർ കാണിക്കുന്നവർ? എങ്കിൽ അങ്ങനെയല്ല. സ്ത്രീകളും വലിയൊരു ശതമാനം നാർസിസിസ്റ്റുകളുണ്ട്. അപ്പോൾ ഒരു നാർസിസിസ്റ്റ് ആയിട്ടുള്ള ആളുടെ കൂടെ നമ്മൾ ഇടപഴകുന്ന സമയത്ത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റ രീതികളിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ അവർ നാർസിസിസ്റ്റ് ആണ് എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിൽ ഒന്നാമത്തെ കാര്യമാണ്, ഇത്തരത്തില് നാർസിസിസ്റ്റിക് ബിഹേവിയർ ഉള്ള സ്ത്രീകൾ എല്ലാ കാര്യങ്ങളും, അതായത് അവരുടെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് ചുറ്റും മാത്രമായിരിക്കണം എന്നാഗ്രഹിക്കും. അതായത് അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ, അവരുടെ സന്തോഷങ്ങൾ, അവരുടെ ഫീലിങ്സ് എന്ന് മാത്രമായിരിക്കും അവരുടെ ചിന്ത ഉണ്ടായിരിക്കുക. ഓപ്പോസിറ്റ് ഉള്ള പാർട്ട്ണറിനെ കൺസിഡർ ചെയ്യുകയോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് വിഷമമായോ അല്ലെങ്കിൽ ആ വിഷമത്തിന് കാരണം ഞാനാണോ എന്നൊന്ന് ചോദിക്കുകയോ ഒന്നും ഇത്തരത്തിലുള്ള ആളുകൾ ചെയ്യില്ല. അവരെപ്പോഴും അവർക്ക് എല്ലാവരും പ്രയോറിറ്റി കൊടുക്കണം. ഇപ്പം അവർ ഒരുപാട് സ്നേഹിക്കുന്ന ആളായിരിക്കും അവരുടെ പാർട്ട്ണർ എന്ന് പറയുന്നത്. അപ്പൊ ഈ പാർട്ട്ണറിൽ നിന്നും ഏറ്റവും കൂടുതൽ പരിഗണന ഇവർക്ക് കിട്ടണം, ഇവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടായിരിക്കണം ഈ പാർട്ട്ണർ ജീവിക്കേണ്ടത് എന്നൊക്കെ വാശി പിടിക്കുന്ന ഒരു കൈൻഡ് ഓഫ് സ്വഭാവ രീതിയായിരിക്കും നമുക്ക് ഇവരിൽ കാണാൻ സാധിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, തെറ്റ് സമ്മതിക്കാനുള്ള ഇവരുടെ മടിയാണ്. ഇപ്പോൾ നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് തെറ്റുകൾ സംഭവിക്കാം, അത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? ആ തെറ്റിനെ അഡ്രസ്സ് ചെയ്ത് നമ്മൾ ആ തെറ്റ് ചെയ്ത ആളോട് നമ്മൾ സോറി പറയും, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തുനിന്ന് വന്നൊരു മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞിട്ട് ആ തെറ്റിനെ നമ്മൾ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഒരു നാർസിസിസ്റ്റിനെ സംബന്ധിച്ച് ഇവരൊരിക്കലും അവരുടെ തെറ്റ് സമ്മതിക്കില്ല. പകരം ഇവരെന്താ ചെയ്യുക? അവർ ചെയ്ത ആ ഒരു തെറ്റിനെ നമ്മുടെ കൂടെയുള്ള ആളുടെ തലയിൽ ഇട്ടിട്ട് രക്ഷപ്പെടാനാണ് നോക്കുക. ഇപ്പൊ നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ഒരു നാർസിസിസ്റ്റിക് സ്വഭാവ രീതിയുള്ള ആളാണെങ്കിൽ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് അവരുടെ സൈഡിൽ നിന്ന് വന്ന മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും അവർ ചെയ്യുന്നത് ആ ഒരു സിറ്റുവേഷനെ ഇങ്ങനെ കറക്കി വളച്ചൊടിച്ച് അത് നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള തെറ്റാക്കി മാറ്റാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ തന്നെ കൺഫ്യൂസ്ഡ് ആയി പോകും, ശരിക്കും ഇത് എൻ്റെ സൈഡിൽ നിന്ന് വന്നൊരു തെറ്റാണോ അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തു നിന്ന് വന്നൊരു മിസ്റ്റേക്ക് ആണോ എന്ന് നമ്മൾ തന്നെ കൺഫ്യൂസ്ഡ് ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് അവിടെ ഉണ്ടാവുന്നത്. ഇനി മൂന്നാമത്തെ ഒരു സൈൻ മാനിപ്പുലേഷൻ ആൻഡ് ഗിൽറ്റ് ട്രിപ്പിംഗ് ആണ്. ഇത്തരത്തിലുള്ള ആളുകൾ നമ്മൾ വളരെയധികം മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുന്ന ആളുകളായിരിക്കും. ഇതിലൊരു സാഡ് പാർട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവര് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും നമുക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. അങ്ങനെ പെട്ടെന്നൊന്നും ഇവർ നമ്മളെ പറ്റിക്കുകയാണ് അല്ലെങ്കിൽ ഇവർ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും പൊരുത്തക്കേടുകൾ ഉണ്ടോ എന്നൊന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. സോ ആ രീതിയിൽ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിവുള്ളവരായിരിക്കും. ഇപ്പം നമ്മളുടെ ഇമോഷൻസ് യൂസ് ചെയ്തിട്ടായിരിക്കും ഇവർ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. ഇപ്പം അവർ നമ്മളോട് എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് ചെയ്തു, അപ്പൊ നമുക്കത് മനസ്സിലായി അവർ ചെയ്തത് മിസ്റ്റേക്കാണ്. അപ്പൊ നമ്മളത് അവരോട് ചോദിക്കുന്ന സമയത്ത് അവർ ആ ഒരു മിസ്റ്റേക്കിനെ കറക്കി നമ്മളുടെ തലയിൽ കൊണ്ടിടുകയും നമ്മുടെ ഉള്ളിൽ ഒരു റിഗ്രറ്റ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. ആ റിഗ്രറ്റിന്റെ പുറത്ത് നമ്മൾ എന്ത് ചെയ്യും? എൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ വന്നൊരു മിസ്റ്റേക്ക് ആണല്ലോ, അതുകൊണ്ട് നമുക്ക് അവളോട് സ്നേഹത്തോടെ സംസാരിക്കാം, അല്ലെങ്കിൽ അവൾ ചെയ്ത ആ ഒരു തെറ്റിനെ നമുക്ക് ക്ഷമിച്ചു കൊടുക്കാം. ഈ രീതിയിൽ നമ്മളുടെ മൈൻഡിനെ ആക്കി തീർക്കാൻ അവർക്ക് കഴിയും. അതേപോലെ നമ്മൾ പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ മിസ്റ്റേക്ക് നമ്മുടെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ റിലേഷൻഷിപ്പിൽ സംസാരിച്ച് അത് സോൾവ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. പിന്നെ ഫ്യൂച്ചറിൽ ഇവർ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്ന സമയത്ത് ഇവർ നേരെ പോകുന്നത് ആ പാസ്റ്റിലേക്കായിരിക്കും. നീ അന്ന് അങ്ങനെ ഒരു തെറ്റ് ചെയ്തപ്പോൾ ഞാൻ നിന്നോട് ക്ഷമിച്ചു തന്നില്ലേ, ഞാൻ നിന്നോട് ഇതുപോലെ നിന്നെ കുറ്റപ്പെടുത്തിയൊന്നും സംസാരിച്ചു ല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ചെയ്ത ആ ഒരു കാര്യത്തിനെ മറയ്ക്കാൻ അവർ ഏതറ്റം വരെയും പോകുന്നതായിട്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നാലാമത്തെ ഒരു സ്വഭാവ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് മറ്റുള്ളവരുടെ വിജയത്തിൽ അസ്വസ്ഥരാകുന്ന ഒരു സ്വഭാവം കാണിക്കുന്നവരായിരിക്കും. അത് മറ്റുള്ളവരെന്ന് പറയുമ്പോൾ ഇപ്പൊ അവരുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ കുറച്ച് ലോങ് ഡിസ്റ്റൻസിലുള്ള റിലേറ്റീവ്സ് ഒന്നും അല്ല കേട്ടോ. നമ്മുടെ പാർട്ട്ണർ ആണെങ്കിൽ പോലും പാർട്ട്ണറിന് എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ് ലൈഫിൽ ഉണ്ടാകുമ്പോൾ പോലും ഇവർക്ക് അസൂയ തോന്നുകയും അവർ അതിൽ ഡിസ്റ്റർബ് ആവുന്നതായിട്ടും കാണാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ പാരൻസിന്
പാരൻസിനോ അല്ലെങ്കിൽ അവരുടെ തന്നെ സിബ്ലിങ്സിനോ അല്ലെങ്കിൽ അവരുടെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനോ ഒക്കെ എന്തെങ്കിലും ഒരു നല്ല കാര്യം വരുന്ന സമയത്ത് ഇവർ അതിൽ ഇറിറ്റേറ്റഡ് ആവുന്നതായിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. ഇനി അഞ്ചാമതായിട്ട് ഇവരുടെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്, ഇവർ നമ്മളെ കണ്ടുമുട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊന്ന് അടുക്കുന്ന സമയത്ത് ഇവർ ഭയങ്കരമായിട്ട് നമ്മളോട് സ്നേഹം കാണിക്കും. അതായത് ഈ ലവ് ബോംബിംഗ് എന്നൊക്കെ പറയില്ലേ, ആ രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. നമ്മളുടെ എല്ലാ കാര്യത്തിനും വളരെയധികം സപ്പോർട്ടീവ് ആയിരിക്കും. അതുപോലെ നമ്മുടെ എല്ലാ ഇഷ്ടങ്ങളെയും അവർ പരിഗണിക്കും. ആ രീതിയിലായിരിക്കും. അതിനുശേഷം ഒരു പെർട്ടിക്കുലർ പോയിന്റ് കഴിയുമ്പോൾ ഇവരുടെ തനി സ്വഭാവം പുറത്തെടുക്കും. ഇവർ നമ്മളെ സൈലന്റ് ട്രീറ്റ്മെന്റ് ചെയ്യും. അതുപോലെ ഇമോഷണലി നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിക്കും. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിന് നമ്മളുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് അവർ നമ്മളോട് തുറന്ന് പറയില്ല, പകരം നമ്മളോട് മിണ്ടാണ്ടിരിക്കും. അപ്പം നമ്മൾ വിചാരിക്കും ഇവരെന്തിനാ നമ്മളോട് മിണ്ടാതിരിക്കുന്നത്. ഈ രീതിയിൽ നമുക്ക് തന്നെ ഇമോഷണലി ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ ഇവരുടെ കൂടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് നേരിടേണ്ടി വരും. അതുപോലെ തന്നെ ഇവരുടെ ഒരു മെയിൻ പരിപാടിയാണ് ഹോട്ട് ആൻഡ് കോൾഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ഒരു ദിവസം ഇവർ നമ്മളോട് ഭയങ്കര സ്നേഹത്തിലായിരിക്കും, രണ്ടാമത്തെ ദിവസം ഇവർ നമ്മളൊരു സ്ട്രേഞ്ചറിനെ പോലെ ആയിരിക്കും ട്രീറ്റ് ചെയ്യുന്നത് വിതൗട്ട് എനി റീസൺ. അപ്പോൾ നമ്മൾ കൂടെ ജീവിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോകും, ഇയാൾ എന്താണ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ഒരുപാട് സ്നേഹം തന്ന ഒരാൾ പെട്ടെന്ന് ആ സ്നേഹം വിഡ്രോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു സ്നേഹത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു അഡിക്ഷൻ അത് വളരെയധികം കൂടുതലായിരിക്കും. സോ നമ്മൾ അവരുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് ക്രേവ് ചെയ്ത് നമ്മൾ ബുദ്ധിമുട്ടുന്ന ഒരു സിറ്റുവേഷനിൽ അത് കൊണ്ടെത്തിക്കും. അപ്പൊ ഞാൻ പറഞ്ഞ സൈനുകളിൽ 1-2 സൈൻ നിങ്ങളുടെ പാർട്ട്ണർ കാണിക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും അതൊരു നാർസിസിസ്റ്റിക് ബിഹേവിയർ ആണെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ഒരു നാർസിസിസ്റ്റ് ആണോ എന്നോ നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ഈ പറഞ്ഞ സൈനുകളെല്ലാം വളരെയധികം എവിഡന്റ് ആയിട്ട് നിങ്ങളോട് കൂടെ നിങ്ങളുടെ പാർട്ട്ണർ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ ഒട്ടും കംഫർട്ടബിൾ അല്ലാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്കുന്നത് നന്നായിരിക്കും. കാരണം മേ ബി നിങ്ങളുടെ പാർട്ട്ണർ ഒരു നാർസിസിസ്റ്റ് ആയിരിക്കാം. സോ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്നാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സർവീസുകൾ ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇറ്റ്സ് മീ രാഷ്ന സൈനിങ് ഓഫ്.